മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണോ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണോ? അപ്പൊ അവർക്കുള്ള പലൊരു ഡൗട്ട് ആയിരിക്കും, SIP ആണോ അതോ ലംസമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്. അതായത് SIP എന്ന് പറയുമ്പോൾ അറിയാം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. ഒരു മാസം ഒരു നിശ്ചിത എമൗണ്ട് ഡേറ്റിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നു. ലംസം എന്ന് പറയുമ്പോൾ ഒരു വലിയ എമൗണ്ട്, ഒരു ബൾക്ക് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇതിൽ രണ്ടിലും ഏതാണ് നല്ലത്? SIP എന്ന് പറയുമ്പോൾ നമുക്ക് റിസ്ക് ഫ്രീ ആണ്, എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് എമൗണ്ട് പോകും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഒരു ഹൈബ്രിഡ് പ്ലാൻ ആണ് എപ്പോഴും നല്ലത്. അതായത് ആദ്യം നമ്മൾ SIP-യിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതായത് ഒരു എമൗണ്ട് എല്ലാ മാസവും പോകുന്നതിൽ. അത് കഴിഞ്ഞ് മാർക്കറ്റിൽ ഒരു ഡൗൺ വരുമ്പോൾ, ഒരു 15% ഡൗൺ വരുന്ന സമയത്ത് ഒരു ലംസം എമൗണ്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ എന്തായാലും ഒരു ബൂം ഉണ്ടാവും. ആ ബൂം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റിൽ ഭയങ്കര വ്യത്യാസം വരും. അതായത് ഈ ലംസം എമൗണ്ടിന്റെ ഇതിൽ നല്ല വ്യത്യാസം നിങ്ങൾക്ക് പ്രോഫിറ്റിൽ വരും. അപ്പൊ എപ്പോഴും നമ്മളൊരു SIP മാത്രമോ അല്ലെങ്കിൽ ഒരു ലംസം എമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്യാതെ ഇങ്ങനെയുള്ള ഹൈബ്രിഡ് പ്ലാൻ എപ്പോഴും ചെയ്യുകയായിരിക്കും നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിൽ ഒരു നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ എപ്പോഴും നല്ലത്. അപ്പൊ ഇതുപോലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം.